സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകുക സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെയും ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുടെ ഒക്കെ എക്സ്പ്രഷനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനും പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്താണ് അതിനുള്ള എക്സ്പ്രഷൻസുമാണ്. എനിവേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സർഫസ് ബൗണ്ട് ചാർജ്, മറ്റൊന്നായിരുന്നു എൻ്റെ വോളിയം ബൗണ്ട് ചാർജ്. രണ്ടും ഉണ്ടാകുന്നത് പോളറൈസേഷന് ശേഷമാണ്. സോ ഇവിടെ ബിഫോർ പോളറൈസേഷനും ആഫ്റ്റർ പോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. പോളറൈസേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം, ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. അതായത് എൻ്റെ ചാർജുകളെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു, അത്രമാത്രം. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ട് ഒരേപോലെ അലൈൻ ചെയ്തു. മേ ബി അത് യൂണിഫോംലി പോളറൈസ്ഡ് ആകാം, നോൺ യൂണിഫോംലി പോളറൈസ്ഡ് ആകാം. പോളറൈസേഷൻ സംഭവിക്കുന്നത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഈ പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ബൗണ്ട് ചാർജ്, എന്താണ് പോളറൈസേഷൻ എന്ന് നിങ്ങൾക്ക് പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ വാട്ട് ഈസ് എ ബൗണ്ട് ചാർജ്, എന്താണ് ബൗണ്ട് ചാർജ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇനീഷ്യലി ഇത്രമാത്രം മനസ്സിലാക്കി വെക്കുക. എൻ്റെ കയ്യിൽ ഒരു മാറ്റർ ഉണ്ട്. ആ മാറ്ററിൽ നിന്നുണ്ടാകും കുറേ അധികം ഫ്രീ ചാർജുകളിൽ വളരെ റാൻഡമായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ എഫ്, അല്ലെങ്കിൽ ഫ്രീ ചാർജുകൾ, ഓൾറെഡി അതിലുള്ള ചാർജുകൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരെ പിടിച്ചിട്ട് എന്താക്കി ചെയ്യാണ്, പോളറൈസേഷൻ ചെയ്യാണ്. സോ പോളറൈസ്ഡ് ആയി മാറിയ സമയത്ത് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ എല്ലാം യൂണിഫോംലി അലൈൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ സർഫസുകളിലോട്ട് ചാർജുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നീങ്ങി നിൽക്കുന്നുണ്ട്. സോ ബൗണ്ട് ചാർജ്, പോളറൈസേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചാർജുകൾ വിളിക്കുന്ന പേരാണ് ബൗണ്ട് ചാർജ്. മേ ബി അത് രണ്ടെണ്ണം ആകാം. ഒന്നെങ്കിൽ നമുക്ക് സർഫസ് ബൗണ്ട് ചാർജ് കിട്ടും. ആ സർഫസ് ബൗണ്ട് ചാർജിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് പോളറൈസേഷൻ, P.n ആണ്. ഇതേപോലെ എന്തായിരുന്നു എൻ്റെ റോ എന്ന് പറഞ്ഞാൽ എൻ്റെ വോളിയം ബൗണ്ട് ചാർജ് -del.P ആണ് അല്ലേ. സോ ഇത് രണ്ടും നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ദിസ് ഈസ് ഫോർ മൈ സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് ദിസ് ഈസ് ഫോർ മൈ വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ബൗണ്ട് ചാർജുകളാണ്. ഇനി നോക്കുക, ഇതാണ് അപ്പോൾ ബൗണ്ട് ചാർജ്. ഇനി ഈ ബൗണ്ട് ചാർജ് എപ്പോഴാണ് ഉണ്ടാകുക? സോ ഇവിടെ ഫോർ എ യൂണിഫോം പോളറൈസേഷൻ എന്ത് സംഭവിക്കും? ഫോർ യൂണിഫോം പോളറൈസേഷൻ ഐ ക്യാൻ റൈറ്റ് ഫോർ യൂണിഫോം പോളറൈസേഷൻ ഇവിടെ എന്താ സംഭവിക്കുക? യൂണിഫോം പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ചേഞ്ച് ഇല്ല എന്നർത്ഥം. ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഡെറിവേറ്റീവ് എടുക്കുന്നത് 0 ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ യൂണിഫോം പോളറൈസേഷനിൽ എന്തില്ല, എൻ്റെ വോളിയം ബൗണ്ട് ചാർജ് ഇല്ല എന്നർത്ഥം. ക്ലിയർ ആക്കണം, വോളിയം ബൗണ്ട് ചാർജ് ഇല്ല എന്നർത്ഥം. സോ സർഫസ് ബൗണ്ട് ചാർജും വോളിയം ബൗണ്ട് ചാർജും എന്താ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടാകുന്ന ചാർജ് ഇൻഡ്യൂസ്ഡ് ചാർജാണ്. സോ രണ്ട് ചാർജുകളും സർഫസിലായിട്ട് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യും, കാരണം ഇതെല്ലാം ഇങ്ങോട്ട് വലിക്കാണ്. യൂണിഫോം പോളറൈസേഷനോ നോൺ യൂണിഫോം ആണെങ്കിൽ P.n ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിഗ്മ കിട്ടും. ആ സിഗ്മയാണ് സർഫസിലാണുള്ളത്. ഇനി ഫോർ ദ കേസ് ഓഫ് നോൺ യൂണിഫോം പോളറൈസേഷൻ അവിടെ എന്തുകൂടെ ഉണ്ടാകും? വോളിയം ബൗണ്ട് ചാർജ് കൂടെ ഉണ്ടാകും. കാരണം വോളിയത്തിൻ്റെ ഉള്ളിലും കൂടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരും. കാരണം നോൺ യൂണിഫോമാ, ഒരേപോലെ അല്ല അലൈൻ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് എനിക്ക് കിട്ടുന്ന പോളറൈസേഷൻ. സോ ഈ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് എക്സ്പ്രഷനുകളാണ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. മെയിനായിട്ട് ചിലപ്പം എക്സാമിന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി എന്താണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള കാര്യത്തിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ഒന്നും നമുക്ക് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ചാർജ് ഇവിടെ കൊടുത്തു. ചാർജ് കൊടുത്താൽ തീർച്ചയായിട്ടും അതിന് ഓപ്പോസിറ്റായിട്ട് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതൊരു കണ്ടക്റ്റിംഗ് ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാകും? പ്ലസ് ചാർജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മൈനസ് ചാർജുകൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാകും? പ്ലസ് ആകും. കാരണം ഇപ്പോൾ ടോട്ടലി നോക്കുന്ന സമയത്ത് ക്യൂ മാത്രമേ കാണുള്ളൂ. സോ ഇതാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ നയിക്കുന്ന ഒരു സാധനം. സോ ഇവിടെ നിന്ന് ഇൻഡ്യൂസ്ഡ് ചാർജുകൾ ഉണ്ടാകുന്നുണ്ട്. So we can define electric displacement as amount of charge displaced through unit area. Amount of charge displaced through unit area. Clear ആക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? D = amount of charge, Q ആണ്, പെർ യൂണിറ്റ് ഏരിയ 4πr² ആണ് എന്ത് ഇതിൻ്റെ വാല്യൂ. സോ വെക്റ്റർ D ആയതുകൊണ്ട് ഐ എം ഇൻ ടേംസ് ഓഫ് r cap.
ക്ലിയർ ആക്കണം. സോ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള, കാരണം ഇതൊരു കണ്ടക്റ്റിംഗ് ഷെല്ലാണ്, നമ്മളൊരു ചാർജ് കൊണ്ടുപോയി വെച്ചാൽ അതിൽ റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാകും, ഉറപ്പാണ് ആ കാര്യം. സോ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് വെക്ടറിനെ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഏരിയയിൽ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. ഇനി നമ്മളെ ഗോസസ് ലോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ടേമിലൊന്ന് മാറ്റി എഴുതി നോക്കാം. എനിവേ അതിനൊക്കെ വേണ്ടിയിട്ട് ആദ്യം എനിക്ക് എന്തറിയണം? എൻ്റെ ഇലക്ട്രിക് ഫീൽഡും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് അറിയണം. എന്താ? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻ ആർ ക്യാപ്പ് ഡയറക്ഷൻ. ശരിക്കും ഇതെന്താടാ? ഇവിടെ നോക്കുക, 1/4 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതെന്താ? ഇത് ഡി അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു d divided by epsilon 0. Finally, I can write the d in terms of E as epsilon 0 times E. Clear ആക്കണം. d is equal to epsilon 0 E. എങ്ങനെ കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷനാ. ഡി എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ, അതായത് Q/4πr². ഇനി എന്ത് ചെയ്തു? ആ Q/4πr² എന്നുള്ളത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു റിലേഷനാ, അതിൻ്റെ ഉള്ളിലുണ്ട്, അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റിയെന്ന് മാത്രം. സോ ഡി ഇസ് ഈക്വൽ ടു epsilon 0 ടൈംസ് ഇ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഒന്ന് എഴുതി നോക്കാം. എന്തായിരുന്നു എൻ്റെ ഗോസസ് ലോ? സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ epsilon 0 എന്നായിരുന്നു. സോ ഇവിടെ നോക്കുക, epsilon 0 ഇവിടെ ഉണ്ട്, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി എന്ത് വരും? ഇൻ്റഗ്രൽ ഇ epsilon 0 ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് എന്ന് വരും. ക്ലിയർ ആക്കണം. ഇ ഇൻറ്റു epsilon 0 എന്താ? ഡി ആണ്. സോ ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് എനിക്ക് എഴുതാൻ പറ്റും, ഓർ ക്യൂ എൻക്ലോസ്ഡ്. സോ ക്ലിയർ ആക്കണം. ഇതാണ് എന്ത്? എൻ്റെ ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ Q/epsilon 0ക്ക് പകരം എന്ത് വരും? ക്യൂ എൻക്ലോസ്ഡ് മാത്രമേ ഉണ്ടാകുള്ളൂ. കാരണം ആ epsilon 0 എടുത്ത് ഇങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ ഡി എന്നുള്ള എക്സ്പ്രഷൻ വരിക. സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെറിവേഷൻ. ഇനി ഇതേപോലെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ നമുക്കറിയാവുന്നതാ. ഡൈവേർജൻസ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു റോ ഡിവൈഡഡ് ബൈ epsilon 0. ഇതിങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഡൈവേർജൻസ് ഓഫ് ഇ epsilon 0 ഈസ് ഈക്വൽ ടു റോ എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും ഐ ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ. ഇതാണെന്ത്? ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ. ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? നൗ ഇതുവരെ നമ്മൾ പറഞ്ഞത് സാധാരണ ഒരു മാറ്ററിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡി. ഇനി ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇൻ ഡൈ ഇലക്ട്രിക് മീഡിയം. എന്താണ് ഈ ഡൈ ഇലക്ട്രിക് മീഡിയയിലോട്ട് വരുന്ന സമയത്തുള്ള പ്രത്യേകത? വേറെ ഒന്നുമല്ല, ഡൈ ഇലക്ട്രിക് മീഡിയയിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നത് ഫ്രീ ചാർജും അതേപോലെ തന്നെ ബൗണ്ട് ചാർജും ഉണ്ടാവും. ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു ഫ്രീ ചാർജ് പ്ലസ് ബൗണ്ട് ചാർജ് എന്നുള്ള എക്സ്പ്രഷനാണ്. എന്താ എൻ്റെ ബൗണ്ട് ചാർജിനുള്ള എക്സ്പ്രഷൻ? ഇൻ ടേംസ് ഓഫ് പോളറൈസേഷൻ റോ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഗ്രേഡ് ഡോട്ട് പി ആണ്. ദെർഫോർ ഐ ക്യാൻ റൈറ്റ് മൈ റോ ഇസ് ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ റോക്കുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി നമുക്ക് നമ്മളെ ഗോസസ് ലോയിലോട്ട് തിരിച്ചു വരാം. എന്തായിരുന്നു ഗോസസ് ലോ? ഡൈവേർജൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഫോം ഡൈവേർജൻസ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു റോ ഡിവൈഡഡ് ബൈ epsilon 0 എന്നാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ റോക്കുള്ള എക്സ്പ്രഷൻ കാണാണ്. റോ ഇസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് ഇ ഇൻറ്റു epsilon 0 എന്നുള്ളൊരു ടേം കിട്ടും. ക്ലിയർ അല്ലേ? ഈ റോ കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് ഇ ഇൻറ്റു epsilon 0 ഈക്വൽ ടു റോ എഫ് മൈനസ് ഡൈവേർജൻസ് ഓഫ് പി എന്ന് വരും അല്ലേ? നൗ ഇതിനെ നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? ഡൈവേർജൻസ് ഓഫ് ഇ ഇൻറ്റു epsilon 0 പ്ലസ് ഡൈവേർജൻസ് ഓഫ് പി ഈക്വൽ ടു റോ എഫ് എന്ന് വരൂലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു, കോമൺ ആയിട്ട് ഇതിനെ ഞാൻ പുറത്തെടുത്താൽ എനിക്ക് കിട്ടുന്നത് epsilon 0 ഇ പ്ലസ് പി വിച്ച് ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്.
സോ നേരത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും എന്തായിരുന്നു ഡിഫറൻഷ്യൽ ഫോമിന് ഡൈവേർജൻസ് ഓഫ് ഡി ഇസ് ഈക്വൽ ടു റോ എന്നല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ടേമിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി എന്ന് വിളിക്കാൻ പറ്റും, അതായത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കാൻ പറ്റും. വിച്ച് മീൻസ് മൈ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഡൈ ഇലക്ട്രിക് മീഡിയ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ. ഇതായിരുന്നു സാധാരണ നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ എന്തുകൂടെ ഉണ്ട്, പ്ലസ് പിയുടെ ടേമും കൂടെ ഉണ്ട്, പ്ലസ് പോളറൈസേഷനും കൂടെ കൺസിഡർ ചെയ്താൽ എനിക്ക് ഡി കിട്ടുള്ളൂ. ഡെറിവേഷനിൽ വ്യക്തമായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇനി നോക്കുക, സോ ദെർഫോർ വിച്ച് ഈസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് ഡി ഇസ് ഈക്വൽ ടു റോ എഫ്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്ന് പറയാം, അല്ലെങ്കിൽ ഡൈവേർജൻസ് ഓഫ് ഡി ഇസ് ഈക്വൽ ടു റോ എഫ് എന്നും പറയാൻ പറ്റും. സോ ഇനി നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ കേള് കാണാൻ പോവുകയാണ്. സോ ഐ ഹാവ് ടു ഫൈൻഡ് ദ കേൾ ഓഫ് ഡി ഇൻ 2 മീഡിയാസ്. ഒന്ന് നമ്മൾ കാണുന്നത് സാധാരണ വേക്കത്തിലാണ്, രണ്ടാമതായിട്ട് കാണുന്നത് ഡൈ ഇലക്ട്രിക് മീഡിയത്തിലാണ്. സോ ദിസ് ഈസ് ഇൻ വേക്കം ആൻഡ് ദിസ് ഈസ് ഇൻ ഡൈ ഇലക്ട്രിക് മീഡിയം. ക്ലിയർ ആക്കണം. സോ ഇതിലുള്ള പ്രത്യേകത എന്താ, വേക്കത്തിലാന്ന് പറഞ്ഞാൽ അവിടെ പോളറൈസേഷൻ ഇല്ല, പി ഈക്വൽ ടു 0 ആണ്. ഇനി ഇവിടെ എന്താണ്, ഇവിടെ പി ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ വേക്കത്തിൽ എനിക്ക് എഴുതാൻ പറ്റും മൈ കേൾ ഓഫ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് ഡിക്ക് പകരം എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്നാണ്. ഇവിടെ പി 0 ആണ്. ബാക്കി ഉണ്ടാകുക കേൾ ഓഫ് എപ്സിലോൺ 0 ഇ എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എടുത്താൽ എപ്സിലോൺ 0 ഇൻറ്റു കേൾ ഓഫ് ഇ ഉണ്ടാകും. ഇ എന്താണ്, 0 ആണ്. സോ അതുകൊണ്ട് തന്നെ കേൾ ഓഫ് ഡി ഇൻ വേക്കം വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആക്കണം, വേക്കത്തിൽ 0 ആണ്. ഇനി എന്താ ഡൈ ഇലക്ട്രിക് മീഡിയത്തിൽ കിട്ടുക, ഡൈ ഇലക്ട്രിക് മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് മൈ കേൾ ഓഫ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്നുണ്ടാകും, വിച്ച് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് എപ്സിലോൺ 0 ഇ പ്ലസ് കേൾ ഓഫ് പി എന്നുണ്ടാകും. ആദ്യത്തെ ടേം എന്താണ്, 0 ആണ്. രണ്ടാമത്തെ ടേം എന്നുണ്ടാകും കേൾ ഓഫ് പി എന്നുണ്ടാകും. So which means that curl of D equal to curl of P in dielectric media.